പശ്ചിമ ബംഗാൾ അതിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ മൂർധന്യത്തിലേക്ക് കടക്കുകയാണ്. ഉം, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഉം, പിന്നെ നിശബ്ദ പ്രചാരണത്തിലേക്ക് മാറും. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. ഉം, ഇപ്പോൾ അവിടെ അലയടിക്കുന്ന ഒരു തരംഗം മോദി തരംഗമാണ്. ഉം, മോദിയുടെ രാജ് ഞങ്ങളുടെ നാട്ടിൽ വരണം. ഉം. ഇനി ദീദി വേണ്ട മോദി മതി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും മാറുന്നു. ഇത് ബിജെപിക്ക് ഇപ്പോൾ ഉള്ള തരംഗം ഇലക്ഷന്റെ അന്ത്യം വരെയും, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ വരെയും പ്രതിഫലിക്കുമോ? ഇറാൻ യുദ്ധം കാരണമേ ഈ പെരുമ്പാവൂരത്തെ കുറേ ഹോട്ടൽസ് അടഞ്ഞു കിടക്കുക. അതെ. ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അടഞ്ഞു പോകും. ഇതാ അവസ്ഥ. ഇപ്പം തന്നെ ബംഗാളികൾ മാക്സിമം വോട്ട് ചെയ്യാനൊക്കെ തിരിച്ചുപോയി. അതെ. ഇനി ഭരണം മാറി മമതാ ഭരണം അവസാനിച്ചിരിക്കട്ടെ, BJP ഭരണം മോദി രാജ് അതിലേക്ക് ബംഗാൾ കിടക്കുകയാണ്. അങ്ങനെ വന്നാൽ വികസനത്തിൻ്റെ ഒരു പുതിയ യുഗമാണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത്. എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് വികസനം മുരടിച്ച് കിടന്നൊരു നാട്, അതിലേക്ക് വികസനത്തിൻ്റെ സന്ദേശമായിട്ട് മോഡി വരുമ്പം അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ബംഗാൾ ജനത തയ്യാറെടുക്കുക. കാരണം തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുന്നു. ഒന്ന് ദീർഘകാലം 34 വർഷം ഇടതുപക്ഷം ഭരിച്ചു, എന്നിട്ട് വല്ലതും ഉണ്ടായോ? ഇല്ല. നാട് നശിക്കരുത്. ഇതിൽ നിന്നൊരു മാറ്റം വരാനും കൂടെ വേണ്ടിയിട്ടാണ് മമതാ ബാനർജിക്ക് ഭരണം കൊടുത്തത്. മമതാ ഭരണം ഉണ്ടായിട്ട് എന്തായി? ഒരു കാര്യം ഉണ്ടായില്ല. അതായത് അവിടെയും ജനങ്ങൾക്ക് സംഭവിച്ചത് നഷ്ടമാണ്. വ്യവസായങ്ങൾ വരുന്നില്ല, തൊഴിലുണ്ടാകുന്നില്ല. മമതാ ഭരണകാലത്താണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബംഗാളികൾ തൊഴിൽ തേടി ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയത്. അതിന് വേറെ റീസൺ എന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ വികസനം ഉണ്ടായി. BJP കൊണ്ടുവന്ന വികസനത്തിൻ്റെ ഫലം ബംഗാൾ അനുഭവിച്ചത് ഇങ്ങനെയാണ്. അവിടെ ആൾക്കാർ തൊഴിൽ തേടി ബംഗാളിന് പുറത്തേക്ക് പോയി. കഴിഞ്ഞൊരു 15-20 വർഷമായിട്ട് ബംഗാളിൽ നിന്ന് വലിയൊരു ഒഴുക്കുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക്. അവർ അക്കൂട്ടത്തിലോ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ ബംഗാളിലേക്ക് കയറി പിന്നെയും ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നു. ഇങ്ങനത്തെ ഒരു വലിയ ജനപ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനമില്ലായ്കയാണ് മെയിൻ വിഷയം. അവിടെ ദീദി യുഗം അവസാനിക്കുകയാണ്. അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് ബംഗാൾ ജനത തീരുമാനിച്ചു കഴിഞ്ഞു. അവർക്ക് തീരുമാനിക്കാണ്ട് പറ്റില്ല. കാരണം ഇന്നവർ കാണുന്നുണ്ട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾ വരുന്ന വികസനങ്ങൾ, റോഡ് വികസനമായാലും വ്യവസായ വികസനമായാലും വ്യവസായ പാർക്ക് തന്നെയായാലും, പിന്നോക്കമായിട്ട് കിടന്ന UP പോലും ഇന്ന് ഒരു റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള വലിയൊരു സ്റ്റേറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ബീഹാറിൽ വികസനം വരും. അവിടെയെല്ലാം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചർച്ച വികസനത്തെ പറ്റിയാണ്. അതെ. അത് വേറൊന്നിനെ പറ്റിയല്ല. ഈ പെറ്റി പൊളിറ്റിക്സ് ഒന്നും അല്ല അവിടെ. അവിടെ കാര്യമായിട്ടുള്ള വികസനം, ഇവിടെ എന്താണ് ഈ നാട് ആവേണ്ടത്, ഇല്ല നാളെ എങ്ങോട്ട് പോകണം. എല്ലായിടത്തും ചെറുപ്പക്കാർ സ്റ്റാർട്ടപ്പ് സ്വപ്നങ്ങളുമായിട്ട് മുന്നിൽ വരുന്നു. അവർക്ക് ഇന്ത്യ എങ്ങനെ പുതിയൊരു ഇന്ത്യയാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാണ് എല്ലായിടത്തും. അതിൽ ബംഗാൾ പിന്നെ നിൽക്കുക. UP യിലും ബീഹാറിലുമുള്ള പയ്യന്മാർ സ്റ്റാർട്ടപ്പ് ഉണ്ടാകാൻ പറ്റി ആലോചിക്കുമ്പോൾ ബംഗാളിലെ പയ്യന്മാർ എങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും പ്ലൈവുഡ് ഫാക്ടറിയിലോ ഹോട്ടലിലോ വന്ന് ജോലിയെടുക്കാം എന്ന് പ്ലാൻ ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥ ഭീകരമാണ്, പറയാതെ വയ്യ. അപ്പോൾ ബംഗാളിനെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളോ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ഈ സിറ്റുവേഷനിലേക്ക് എത്തിച്ചു വെച്ചു മമതാ ബാനർജി. എന്നിട്ട് കിടന്ന് വലിയ ബഹളം വഹിച്ച് ലോക്സഭയിലേക്ക് തിമർക്കുകയും ഒരു വനിതാ ബില്ലിനെ പോലും പരാജയപ്പെടുത്താൻ ശ്രമമൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ പറയാവുന്ന ഒരു ചൊല്ലില്ല ഉപമ എന്ന് പറഞ്ഞാൽ ഈ നായ്ക്കോലം കെട്ടി ദേവേന്ദ്രൻ കളിക്കുക എന്ന് പറയും. ഈ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മഹാമോശമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായൊരു മാറ്റം അതായിരുന്നു വനിതാ ബിൽ എന്ന് പറയുന്നത്. അതായത് വനിതകൾക്ക് 33% പ്രാതിനിധ്യം എല്ലാ നിയമസഭകളിലും ലോക്സഭയിലും കൊടുക്കുന്നു എന്നുള്ളത്. അതിനെ ഒരു വനിതയാണ് ഭരിക്കുന്നത് ബംഗാൾ എന്ന് പറയണം. ഇവിടെ വനിതയായിട്ട് ഞാൻ മാത്രം ഭരിച്ചാൽ മതി, വേറെ ആരും വേണ്ട എന്നാണ് മമതാ ബാനർജിയുടെ ചിന്ത. ഏകാധിപത്യ ചിന്താഗതിയാണ്. അവിടെ 10 പേര് പുതുതായിട്ട് പൊങ്ങി വന്നാത്ത കുഴപ്പം. ഈ രാജ്യം മുഴുവൻ അതുപോലെ പുതിയ നേതാക്കന്മാരുണ്ടായെന്ന കുഴപ്പം. ഇന്നും ആലോചിച്ച് നോക്കൂ, എത്ര വനിതാ നേതാക്കന്മാർ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ട്. അപൂർവമാണ്. തമിഴ്നാട്ടിൽ നിന്നൊരു കനിവഴി ഉണ്ടെങ്കിലും അവർ ഒരു ഭരണസ്ഥാനത്തേക്കൊന്നും വരുന്നില്ല. അവർ MP ആയിട്ടിരിക്കുന്നു. കോൺഗ്രസിനെതിരെ സോണിയാഗാന്ധിയുണ്ട്. ഒരു കാലത്ത് അവർ ഭരണചക്രത്തെ നിയന്ത്രിച്ചിരുന്നു. എന്നിട്ട് അവരായിട്ട് ആരെങ്കിലും 10 വനിതാ നേതാക്കളെ പൊക്കിക്കൊണ്ട് വന്നോ? അതില്ല. പിന്നെ ഒരു മമതാ ബാനർജി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലോ? അതേസമയം BJP നോക്കുകയാണെങ്കിൽ നിരവധി വനിതാ നേതാക്കൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. നമ്മളാരും കേൾക്കാത്ത ആൾക്കാരായിരിക്കും മുഖ്യമന്ത്രിമാരായിരിക്കും ആ രൂപത്തിലൊക്കെ വരുന്നില്ല, കേന്ദ്രമന്ത്രിമാരായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരധികാരത്തിൻ്റെ ഉയർന്ന തലങ്ങളിലെത്തുന്നു. അവർ വനിതകളെ പുതുതായിട്ട് അധികാരത്തിലേക്ക് പിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്നു. ഇത്തവണ കേരളത്തിൽ പോലും ഇലക്ഷൻ നടന്നപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വനിതകളുടെ വൻ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് NDAയുടെ ഇതിലാണ്, ഇലക്ഷൻ ക്യാമ്പയിൻസിലൊക്കെയാണ്. ഇത്രയധികം സ്ത്രീകൾ പങ്കെടുത്തത് വെറും രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ടാവില്ല.
അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാവണം. ഈ സമയത്ത് വനിത ഭരിക്കുന്ന ബംഗാളിൽ വനിതാ ബില്ലിനെതിരെയാണ് നീക്കം നടന്നത്. അതുകൊണ്ടാണ് മോഡി കൃത്യമായിട്ട് ബംഗാളിൽ പോയിട്ട് വനിതകളെ തന്നെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് മോഡി അഡ്രസ്സ് ചെയ്യുന്നത് വനിതകളെയാണ്. ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് സ്ത്രീകളോട് ചെയ്തത് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ബംഗാളിലെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാകുന്നത്. ബംഗാളിൽ വൻ ജനക്കൂട്ടമാണ്, സ്ത്രീകൾക്കിടയിൽ മോഡി തരംഗമാണ്. ആ വനിതാ ബില്ല് വരുന്നത് കാണാൻ അവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഉണ്ടായത് ഇങ്ങനെയൊക്കെയാണ്. ഇനിയൊരു മാറ്റം വന്നേ പറ്റൂ എന്ന് ബംഗാളിലെ സ്ത്രീ ജനത ചിന്തിക്കുന്നുണ്ട്. സ്ത്രീ ചിന്തിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ ചിന്തയായിട്ട് മാറുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വ്യക്തി മാത്രമല്ല, അവിടുത്തെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും എല്ലാവരുടെയും നെടുന്തൂടെന്ന് പറയുന്നത് സ്ത്രീയാണ്. അവളുടെ ചിന്തയാണ് അവിടെ എല്ലാവരും സ്വാധീനിക്കുന്നത്. അവളുടെ പ്രശ്നങ്ങളാണ് കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടാലും അടുക്കള തീ പോവുകയാണെങ്കിലും എല്ലാം തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ത്രീയാണ്. ആ സ്ത്രീകളാണ് പറയുന്നത്, ഇല്ലെങ്കിൽ മോഡിയുടെ പുറകെ ഒരു മോഡി രാജാണ് വരാൻ പോകുന്നത് എന്ന് വിളിച്ചു പറയുന്നത് അവരുടെ ആ സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. മോഡിയുടെ റാലികളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ. അങ്ങനെ ഒരു മോഡി തരംഗം ബംഗാളിലെങ്ങും വ്യാപിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളിൽ കൂടെ തന്നെയാണ് വ്യാപിക്കുന്നത്. ആ സ്ത്രീകൾ ഇന്ന് ബംഗാളിലെ ഭരിക്കുന്നൊരു സ്ത്രീയെ വലിച്ചു ദൂരെ എറിയും. അവിടെ എൻ ഡി എയുടെ ഭരണത്തെ കൊണ്ടുവരും, മോഡി രാജ അവിടെ കൊണ്ടുവരും. അപ്പം പെരുമ്പാവൂരുകാർ കഷ്ടപ്പെടും. അതായത് ഈ ബംഗാളിലെ ജനങ്ങൾ പലവിധ പരീക്ഷണങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നടത്തി. അതും ഒരു പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കേരളത്തിലുള്ളവർ ഒരു 5 വർഷത്തേക്കാണ് ഒരു പരീക്ഷണം നടത്തുക. പക്ഷേ ബംഗാളിലുള്ളവർ 10ഉം 15ഉം വർഷം പരീക്ഷണം നടത്തി. അതൊരു പരീക്ഷണമൊന്നുമല്ല, അത് വഞ്ചനപ്പെടുന്നതാണ്. അതായത് 34 വർഷം ഇടതുമുന്നണി ഭരിച്ച് പരീക്ഷണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും പരീക്ഷിക്കാനുള്ള വട്ടൊന്നും പാവം ബംഗാളിക്കില്ല. യഥാർത്ഥ സംഭവിച്ചത് തന്നെ കള്ളവോട്ട് ചെയ്യിക്കാൻ അവരറിയാമെങ്കിൽ പിന്നെ 34 64 വർഷം ഇരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ, കണ്ണൂരൊക്കെ ചെന്ന് നോക്കൂ. എനിക്ക് തോന്നുന്നത് SIR പോലും വന്നിട്ട് കാര്യമില്ല, മരിച്ചവർ ഇത്തവണയും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിന് ഡയറക്റ്റ് വിസയാണ്, വരുന്നു വോട്ട് ചെയ്യുന്നു തിരിച്ചു പോകുന്നു. അപ്പം കണ്ണൂരൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നലില്ല കർക്കിടവാവിന് അവരൊക്കെ വന്നെന്ന്. ഇലക്ഷന് മരിച്ചവരെല്ലാം ഉണ്ട്, കൃത്യമായിട്ട് പോയിട്ട് വോട്ട് ചെയ്തൊരു ലിസ്റ്റ് നോക്ക്, അവരുണ്ട് അവിടെ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിലും വലിയ രൂപമാണ് ബംഗാളിലുണ്ടായിരുന്നത്. പണ്ട് അബ്ദുള്ള കുട്ടി പറഞ്ഞില്ലേ, ഒരു മഹാനായ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, എങ്ങനെ ചോര വെളി വരാതെ ആളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഉപ്പിട്ട് മൂടണം എന്നാണല്ലോ പറഞ്ഞത്. നമ്മളിവിടെ ഉപ്പിട്ട് മൂടലിനെ പറ്റി കേട്ടില്ല, അതുവരെ പ്രാക്ടീസ് ചെയ്ത നാടാണ്. ആ ഒരു നാട്ടിൽ 34 കൊല്ലം ഒരു പാർട്ടി ഭരിച്ചെങ്കിൽ ഒരിക്കലും പരീക്ഷണമല്ല, അടിച്ചേൽപ്പിച്ചതാണ്. അവർ നടത്തിയ യഥാർത്ഥ പരീക്ഷണം ആ സ്ഥാനത്തെടുത്ത് ദൂരെ കളഞ്ഞതാണ്. അതിന് നിമിത്തമായി മാറിയത് അന്നും മമതാ ബാനർജിയാണ്. പക്ഷേ മമതയ്ക്ക് രാഷ്ട്രീയ വീക്ഷണങ്ങളില്ല. മമത എന്ന് പറഞ്ഞാൽ ഒരു റിബലാണ്. അവർ അനേകം വർഷങ്ങൾ ഈ പറഞ്ഞ 34 കൊല്ലവും അവർ ഇടതുപക്ഷമായിട്ട് പടപുരുതുമായിരുന്നു. അവരോട് അടിയുണ്ടാക്കി തല്ലി മേടിക്കുമായിരുന്നു. ഇവർക്ക് ആകെ അറിയാവുന്നത് ആ റെബല്യൺ മാത്രമാണ്, അവ എതിർത്ത് നിൽക്കുക എന്നുള്ളത് മാത്രം. അതിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. അവർക്ക് ഭരിക്കാൻ അറിയില്ല. അവർ ഭരണത്തിൽ കയറി മുഖ്യമന്ത്രി ഒക്കെ ശരിയാണ്, അവർക്ക് ഏകാധിപത്യ സ്വഭാവമുണ്ട്, ബഹളക്കാരിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവരെങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബഹളം വെച്ച ആൾക്കാരെ ഇങ്ങനെ ഒതുക്കും എന്നുള്ളത്. അത് വളരെ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുന്നിൽ മമതാ ബാനർജി. എൻ്റെ വീട്ടിലല്ല കേട്ടോ. ഞാൻ കരുണാനിധി മരിച്ചെന്ന് ഡൽഹി പോകാനായിട്ട് ചെന്നൈ എയർപോർട്ടിൽ ഞാനുണ്ട്. അപ്പോൾ ആ എയർപോർട്ടിൽ ലോഞ്ച് ഒരു ഭാഗത്ത് നോക്കി ചുമ്മാ കിടന്നുറങ്ങാം. അവിടെ കിടന്നുറങ്ങായിരുന്നു. ഒരു ഒച്ചയും ബഹളം കേട്ടാണ് കണ്ണു തുറന്ന് നോക്കുന്നത്. നോക്കുമ്പോൾ ഒരു സ്ത്രീ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. രസം എനിക്ക് പെട്ടെന്ന് ആദ്യം മനസ്സിലായില്ല. കാണാൻ എൻ്റെ ചൈതന്യമൊക്കെ ഉണ്ട്, ഒരു വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്. ഓക്കെ, അപ്പം നമ്മൾ ഈ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഒന്നുമല്ല, ഇവരുടെ പുറകെ ഒരു 10-15 പേര്. ഇവരൊരു ചാല് ഇടത്തുനിന്ന് വലത്തോട്ട് നടക്കും, ഈ 15 പേര് പുറകെ നടക്കും. ഇവരങ്ങേ എത്തിച്ച് തിരിച്ചതുപോലെ നടക്കുമ്പോൾ അത്ര എണ്ണം ഇതേപോലെ പുറകെ നടക്കണം. ഈ ഒരു കാഴ്ച. ഇവർ ഫോണിൽ കൂടെ ആരാണ്ടൊരു നല്ല ചീത്ത പറഞ്ഞിട്ടിരിക്കുക, കൂട്ടത്തിൽ എന്നെ ഒന്ന് നോക്കുകയും ചെയ്തു. ഓക്കെ, ഇത് സംഭവം മമതാ ബാനർജിയാണ്. അവർ ഒരു വഴിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ദേഷ്യം പിടിച്ച് നടക്കുമ്പോഴും ഈ അനുചര വൃന്ദം ഭൃത്യന്മാരെ പോലെ ഇങ്ങനെ താണു വണങ്ങി പുറകെ നടക്കുകയാണ്. ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇവരുടെ ആ ഒരു ബഹളം വയ്ക്കുന്ന ഏകാധിപത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം പോലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സമ്മതിക്കുക, അവർ ബഹുമാന്യായ ഒരു നേതാവാണ്, അവർ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാമാണ്. പക്ഷേ അവർ ബഹളക്കാരി ആയിക്കോട്ടെ, റബല്യൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏകാധിപതി ആയിക്കോട്ടെ, പക്ഷെ ഭരിക്കാൻ വരണം. അതിലവർ പരാജയമാണ്. നേരെ കൊണ്ട് ഭരിക്കണം.
ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം. സ്ത്രീ സുരക്ഷ ഇല്ലാണ്ടായില്ലേ ഒരു സ്ത്രീയോടെ ഭരിച്ചിട്ട്? ജയലളിത ഇങ്ങനെയല്ലായിരുന്നു. ജയലളിത ഭരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സ്ത്രീ വോട്ടുകൾ ബംഗാളിൽ നഷ്ടപ്പെടാൻ പോവാണ്. കാരണം സ്ത്രീ സുരക്ഷയില്ല. അവിടെ എന്തൊക്കെ കേസുകൾ നമ്മൾ കേട്ടു. എന്നിട്ട് അതിലെ പ്രതികളെ നേരെ വേണ്ടി ശിക്ഷിക്കാൻ അവർ തയ്യാറായോ? ഇല്ല. അവരുടെ പാർട്ടിക്കാർ ഇന്നോളാണ് കേസാണെങ്കിൽ ഒന്നുമില്ല. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഭരണം ശരിയാവുന്നത്? ഇത് ഏകാധിപത്യം, അഹങ്കാരം ഇതൊക്കെയാണെങ്കിൽ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു ഭരണാധികാരിയെങ്കിൽ ആ ഭരണാധികാരിക്ക് ഒരിക്കലും ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് പരീക്ഷണമല്ല, അത് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കുള്ളൊരു വീഴ്ചയായിരുന്നു. ഇനി അതിൽ നിന്ന് ഇനി വേണം പുറത്തു വരാൻ. ആ അബദ്ധം പറ്റിയതാണ് ബംഗാളിന്, ശരിക്കും അബദ്ധം പറ്റിയതാണ്. അപ്പോൾ പക്ഷേ അന്ന് ആ സമയത്ത് ഒരു ആൾട്ടർനേറ്റീവ് അവരെ ഉണ്ടായിരുന്നുള്ളൂ. അറിയാമല്ലോ അന്നത്തെ ഉണ്ടായ നന്ദിഗ്രാം പ്രശ്നം പോലുള്ള കാര്യങ്ങൾ, ഒരു വ്യവസായശാല വരുന്നതായിട്ടുള്ള തർക്കങ്ങൾ. അവസാനം മമത എന്തായാലും CPM എന്താണോ ചെയ്തത് അതിൻ്റെ ബാക്കി മമത കണ്ടിന്യൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ നാട് മാറണമെങ്കിൽ ഇങ്ങനൊന്നും അല്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരം വരണം. അതെന്തായാലും തൃണമൂലിനെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ CPM കൊണ്ടോ കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവരാൻ പോകുന്നത് NDA ആണ്, BJP ആണ്. BJP ഇത്തവണ അധികാരത്തിൽ വരും, ഒരു സംശയമില്ല.